ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജീവിതത്തിൽ എല്ലാം നമുക്ക് അനുകൂലമായി സംഭവിക്കണം എന്നില്ല. ചിലപ്പോഴൊക്കെ കാര്യങ്ങൾ വഷളാകുന്നു, ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്നു, സ്വപ്നങ്ങൾ തകരുന്നു. അപ്പോൾ നമുക്ക് രണ്ട് വഴികൾ മാത്രമേ നമ്മുടെ മുന്നിലുണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ നെഗറ്റീവിൽ കുടുങ്ങിപ്പോവുക, അല്ലെങ്കിൽ പോസിറ്റീവിലേക്ക് മാറുക. ഇന്ന് ആ മാറ്റം എങ്ങനെ സാധ്യമാക്കാം എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നെഗറ്റീവ് മനോഭാവം എന്നാൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് നെഗറ്റീവ് മൈൻഡ് സെറ്റ്? നിരന്തരമായി പരാതി പറയുക, അല്ലെങ്കിൽ ഭയത്തിൽ ജീവിക്കുക, അവസരങ്ങൾക്ക് പകരം പ്രശ്നങ്ങളെ മാത്രം കാണുക. പലപ്പോഴും അത് ചിന്തകളിൽ നിന്നൊന്നുമല്ല, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരാളിന് ഒരു മോശം വാർത്ത കേട്ടാൽ ദിവസം മുഴുവൻ അതിൻ്റെ വിഷമത്തിൽ കഴിയുന്ന ആളുകളുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ ആ ഒരു പ്രശ്നത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, പോസിറ്റീവിലേക്ക് മാറാൻ വേണ്ടി ആദ്യ പടി എന്താണെന്ന് ഇനി നമുക്ക് നോക്കാം. 1, അവെയർനെസ് അല്ലെങ്കിൽ ബോധ്യം. ആദ്യം നമ്മൾ തിരിച്ചറിയണം, ഞാൻ നെഗറ്റീവായി ചിന്തിക്കുന്നു എന്ന്. നമ്മുടെ ചിന്തകളൊക്കെ നെഗറ്റീവാണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുകയാണ് വേണ്ടത്. നമ്മൾ ചിന്തിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന്, എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ശ്രമിക്കും, എന്നെക്കൊണ്ടത് സാധിക്കും, ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്ന വാക്കുകളാണ് നമ്മുടെ ബ്രെയിനിലേക്ക് മെസ്സേജായിട്ട് എപ്പോഴും ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, കൂടുതൽ സമയം നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിനിന് മെസ്സേജായി പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അടുത്തത് മൈൻഡ് റീഫ്രെയിം. അതിന് നന്ദി പറയൽ. ദിവസം 3 കാര്യങ്ങൾക്കെങ്കിലും നന്ദി പറയുക. നെഗറ്റീവ് എനർജി ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ഡിസോൾവ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട്, ഇന്ന് മഴ പെയ്തു, കുടയില്ല. അതിന് പകരം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, മഴ പെയ്തത് കൊണ്ട് ചൂട് കുറവുണ്ട്. അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയാണല്ലേ. അതുപോലെ നമുക്ക് നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ പോസിറ്റീവായിട്ട് എങ്ങനെ കാണാമെന്ന് കൂടി നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുകയും അത് നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുകയും കൂടി ചെയ്യണം. 3, ലേൺ ഫ്രം ഫെയിലിയർ. പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക. പോസിറ്റീവ് മൈൻഡ് സെറ്റ് പ്രശ്നമില്ലാത്ത ജീവിതം എന്നൊന്നുമല്ല, പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കുന്ന മനസ്സ്. ഫെയിലിയർ എന്നതിന് പകരം അതിനെ ഒരു ഫീഡ്ബാക്കായിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കണം. നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് നമ്മൾ ചിലപ്പോൾ ഫെയിലാവും, പക്ഷേ അത് നമ്മുടെ ഒരു പ്രവൃത്തിയുടെ ഫീഡ്ബാക്ക് എന്ന രീതിയിലാണ് ആ ഫെയിലിയറിനെ നമ്മൾ കാണാവുള്ളൂ. ഓക്കെ, അടുത്തത് പോസിറ്റീവ് ഹാബിറ്റ് ബിൽഡ്. പോസിറ്റീവ് പീപ്പിൾ ആൻഡ് എൻവയോൺമെൻറ്റ്. നെഗറ്റീവ് ആളുകളോടൊപ്പം സമയം ചിലവഴിക്കുന്നത് സ്ലോ പോയിസൺ പോലെയാണ്. നല്ല എനർജി ഉള്ളവരോടൊപ്പം എപ്പോഴും നമ്മളായിരിക്കാനായിട്ട് ശ്രമിക്കുക. മോട്ടിവേഷണൽ ബുക്സ്, പോഡ്കാസ്റ്റ് കേൾക്കാം, മ്യൂസിക് കേൾക്കാം. അതായത് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് മൈൻഡിനെ നമ്മൾ മനഃപൂർവ്വം തിരിച്ചുവിടുക. അടുത്തതായിട്ട് പിന്നെ വലിയ വിജയം മാത്രം കാത്തിരിക്കാതെ ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുക. പോസിറ്റീവ് മനസ്സിന് മൊമെൻറ്റം ഉണ്ടാക്കും. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറുക ഓവർനൈറ്റ് മാജിക്കൊന്നുമല്ല, പക്ഷേ ഓരോ ദിവസവും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ ജീവിതം തന്നെ മാറും. നമ്മുടെ ചിന്തകൾ ലോകം സൃഷ്ടിക്കുന്നു. പോസിറ്റീവ് ചിന്തകൾ പോസിറ്റീവ് ജീവിതം നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഇന്ന് തന്നെ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ?
നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യുക. നെഗറ്റീവ് കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ മനസ്സിലേക്ക് വരും. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ഓരോ നെഗറ്റീവിനെയും നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ എങ്ങനെ പോസിറ്റീവ് സൈഡിലേക്ക് ആക്കാം, അല്ലെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് നമ്മൾ കണ്ടെത്തി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പടി. ഇതുപോലുള്ള ടോക്കുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.